നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മളുടെ പൂരം പ്രമാണിച്ചിട്ടുള്ള പർച്ചേസിംഗ് ഒക്കെയാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പർച്ചേസിംഗ് അല്ല, ചെറിയ രീതിയിലുള്ള പർച്ചേസിംഗ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതപ്പോൾ ഇറങ്ങിയുള്ളൂ. തൃശ്ശൂർ വരെ പോവേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ കൂടെ പർച്ചേസിങ്ങും കൂടി ആഡ് ചെയ്താണ്. മോളെ വിളിക്കാൻ വേണ്ടിയിട്ട് തൃശ്ശൂർക്ക് പോകണം. അപ്പോൾ പർച്ചേസിങ്ങും കൂടി ചെയ്യാൻ വിചാരിച്ചു. നല്ല ഭംഗിയുള്ള ആകാശം. ഇവിടുന്ന് അന്ന് തേങ്ങ വീണത് കാറിൻ്റെ മേലേക്ക് ഞാൻ അന്ന് പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ എടപ്പാളെത്തിയിരിക്കുന്നു. ഇവിടെ എന്തത്ര ബ്ലോക്ക്. എടപ്പാള് ഇപ്പൊ തിരക്ക് കുറവാണ്. വൈകുന്നേരം വരുമ്പോ നല്ല തിരക്കാവും. വീക്കെൻഡും ഒക്കെ കൂടി. ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ മഴക്കാറും ഒക്കെ ആയിട്ട് നിൽക്കായിരുന്നു. മഴ പെയ്തിട്ടില്ലെങ്കിലും മഴക്കാറായിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു. പക്ഷെ ഇന്ന് നല്ല വെയിലുണ്ട്, നല്ല ചൂടുമുണ്ട്, നല്ല വെയിലുമുണ്ട്. അല്ലെങ്കിലും മഴ പെയ്തു എന്ന് കരുതിയിട്ട് അങ്ങനെ ചൂടിന് ചെറിയൊരു ആശ്വാസം എന്നേ ഉള്ളൂ, അല്ലാതെ വലിയ ആശ്വാസമൊന്നുമില്ല. മഴ പെയ്താലും നല്ല ചൂടുണ്ടായിരുന്നു. വെയിലും കൂടിയായി പിന്നെ പറയണ്ട, നല്ല ചൂട് തന്നെയാണ്. ഈ ഉത്സവത്തിൻ്റെ അന്നൊക്കെ നല്ല ചുട്ടു പൊള്ളുന്ന ചൂടായിരിക്കും. അങ്ങനെയാണ് പതിവ്. പിന്നെ ഇപ്പം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ മഴ ഉണ്ടായ പോലെ തോന്നി. മറ്റേത് മഴക്കാർ ഇങ്ങനെ നിൽക്കും, ഞങ്ങളൊക്കെ പെയ്യും എന്ന് വിചാരിച്ച് നിൽക്കും, പക്ഷെ പെയ്യില്ല. ഇത് പ്രാവശ്യം മഴക്കാർ വന്നിട്ട് പെയ്തു. നല്ല കാറ്റും ഉണ്ടായിരുന്നു, പല സമയത്തും മഴ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു ആശ്വാസം ചൂടിന് ഉണ്ടാവണം. എന്നാലും വലിയ രീതിയിലുള്ള വ്യത്യാസമൊന്നുമില്ല. പായസബോളിയുടെ ഷോപ്പ്. അന്ന് പായസബോളി വാങ്ങിച്ചു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ്, പാലടയുടെ ടേസ്റ്റും എനിക്കത്ര ഇഷ്ടമായില്ല. പിന്നെ ആ ഒരു കോമ്പിനേഷനും എനിക്ക് കേട്ടിട്ടൊന്ന് കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത്ര അധികം ഇഷ്ടമായില്ല. റീൽസിലൊക്കെ ഉണ്ടായിരുന്നു വീടാട്ടോ അത്. നല്ല ഭംഗിയില്ലേ കാണാന്. ചങ്ങരംകുളമാണത്. ഇപ്പൊ കണ്ട വീട് റീൽസിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല ഭംഗിയില് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതേപോലെ തിരൂര് പോകുമ്പോഴുണ്ട് കേട്ടോ അങ്ങനെ ഒരു വീട്ടില് നല്ല ഭംഗിയില്. ഇവിടെ എപ്പോഴും കാണുന്നതാണത്. നല്ല രസമാണ് കാണാൻ. ഇന്ന് അമ്പലത്തിൽ നിന്ന് ചായ കുടിച്ചതാണ് കേട്ടോ. എന്നും അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ചായ കുടിക്കാറുള്ളത്. അപ്പൊ നല്ല വിഷം. അപ്പൊ നെറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഇന്ന് കഴിക്കാം. ഇപ്പൊ നമ്മള് ചങ്ങരങ്ങളൊക്കെ കഴിഞ്ഞു, കുറച്ചുകൊണ്ട് വന്നു. ആകാശം നല്ല തെളിഞ്ഞ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അത് കാണുമ്പോ തന്നെ ഒരു സന്തോഷം. മഴക്കാറാണെങ്കിൽ അതിന് വേറെ ഭംഗി. അപ്പോഴും സന്തോഷം, ഇപ്പോഴും സന്തോഷം. ഇവിടെ ഫുള്ള് പൊടിപാറലാണ്. എവിടെ പോവാണെങ്കിലും ഇളനീര് മുഖ്യം. ബിഗിലെ മാറ്റിയിട്ട് ഞാൻ എൻ്റെ പേരെന്നെ സ്വന്തമായിട്ട് ഇട്ടുണ്ട് കേട്ടാ. പക്രൂന് ഇളനീര് വേണമെന്ന് പറഞ്ഞിട്ടാ. പക്രൂന് പറഞ്ഞില്ല വെച്ചെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന വഴിയിൽ എപ്പോഴും കുടിക്കുന്ന ഒരു സാധനമാണ് ഇളനീര്. അതിനിപ്പോൾ ദൂരം കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ. കുറച്ചടുത്താണെങ്കിലും ഇളനീര് കുടിക്കും. അപ്പോൾ ഇളനീര് കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ എപ്പോഴും സംഭവിക്കുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, നമ്മളെ വീട്ടിൽ നിന്ന് ഇളനീരിട്ട് കുടിക്കുന്ന ഒരു രുചി ഇപ്പൊ കുറെ കാലമായിട്ട് ഇളനീര് വാങ്ങിച്ചു കുടിക്കുമ്പോൾ കിട്ടുന്നില്ല. അപൂർവമായിട്ടേ കിട്ടാറുള്ളൂ. ഇപ്പോൾ 2-3 ദിവസം മുൻപ് എടപ്പാളിൽ നിന്ന് ഒന്ന് കുടിച്ചു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നൊക്കെ ഇട്ട്
കുടിക്കുന്ന പോലെ തോന്നി. പക്ഷെ മറ്റതൊക്കെ ഒരുമാതിരി ടേസ്റ്റാണ്, മധുരം ഉണ്ടാവില്ല, വാടിയ പോലെ ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് മധുരമില്ലാത്ത ഇളനീര് കിട്ടിയിട്ടുണ്ട്, കുടിക്കന്നെ. എന്റെ സംശയം ഇതിലത്തെ വെള്ളം കളഞ്ഞിട്ട് ഇനി പച്ചവെള്ളം എങ്ങാനും ഇതിൽ ഒഴിച്ചു വെക്കുന്നുണ്ടോന്ന് കേട്ടോ എന്റെ സംശയം. അത്രയ്ക്കും വെള്ളത്തിന് ഒരു ഇളനീരിൻ്റെതായിട്ടുള്ള ഒരിതൊന്നുമില്ല. വേറെ ഒഴിച്ചു വെക്കാനൊന്നും വഴിയില്ല, എന്നാലും സംശയം. ഇപ്പൊ 12 മണിയായി. ഇനി തൃശ്ശൂർ എത്തുമ്പോൾ ഭക്ഷണം കഴിക്കണം. വെജിറ്റേറിയൻ ആണ് ഞങ്ങള്. ഉത്സവം വരെ ഞങ്ങൾക്ക് നോലുമ്പാണ്. അപ്പോൾ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറണം, കഴിക്കണം. ഈ മനോഹരിത കണ്ടിട്ട് ഇവിടെ വണ്ടി നിർത്തി ഞങ്ങൾ കേട്ടോ. ഇത് കടലാസ് പൂന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. നല്ല കളറിലും ഉണ്ട്, നല്ല രസമുണ്ട്. ഇതൊരു മായാലോകാണ് കേട്ടോ. അവിടുന്ന് കാണുന്നതൊന്നുമല്ല. ഇവിടെ വേറെ ബാക്ക് സൈഡിൽ കുറേ ഉണ്ട്. നോക്കി നിറയിരിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴേ അവിടുത്തെ ആള് പറയായിരുന്നു ബാക്കിലാണ് ഉള്ളത് എന്ന്. ഫോണിൽ കാണുന്നതൊന്നും വീഡിയോയിൽ കാണുന്നതൊന്നും ഒന്നുമല്ല. അത്ര ഭംഗിയിലാണ് നമുക്ക് നേരിൽ കാണുമ്പോൾ. ഇവിടെ കോടയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വെയിലുള്ളതുകൊണ്ട് ഇവിടെ നടക്കാൻ വേണ്ടിയിട്ട് കോടയൊക്കെ തന്നിട്ടുണ്ട്. കുറേ ഏരിയ ഉണ്ട്. തൃശ്ശൂർക്ക് പോണ വഴിയിൽ ഇതിന് എന്തെന്നാ പറയുക? കാണിപ്പയ്യൂരോ? അല്ല, കാണിപ്പയ്യൂരെന്ന് പറഞ്ഞ ഒരാളെ പേരല്ലേ? അല്ലേ, സ്ഥലപ്പേരാണോ? ഇത് പൂങ്കുന്നൊക്കെ എത്താനായിട്ടുള്ള ആ ഭാഗം തോന്നുന്നുണ്ട്. മുണ്ടൂർ അവിടെ എവിടെയോട്ടെയാണ്. അങ്ങനെ കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചിട്ട് 4 ചെടി, 4 ബൊഗൻവില്ലൊക്കെ വാങ്ങിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇനി തിരിച്ച് വീട്ടിലേക്ക് വൈകുന്നേരം ആകുമ്പോഴേ എത്തുള്ളൂ. അതുവരെ അങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നാൽ മതിയായിരുന്നു. മോളെ ലഗേജൊക്കെ വെക്കാണ്ട് അതുകൊണ്ട് ഒരുപാട് വാങ്ങിച്ചില്ല. എന്നെക്കാളും കൂടുതൽ ചെടിപ്രാന്തുള്ളത് ഏട്ടനാണ് കേട്ടോ. ഏട്ടനുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പോയിട്ട് വാങ്ങിച്ചത്. ഞാനാണെങ്കിൽ അങ്ങനെ പൈസ കൊടുത്തിട്ട് ചെടിയൊന്നും അത്ര അധികം വാങ്ങിക്കില്ല. ഏട്ടനാണ് വാങ്ങിച്ചത്. അപ്പം നമ്മളൊരു വെജ് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം. എവിടെ പോകുമ്പോഴോ എവിടെയോ പോകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇനി അതിനകത്ത് പോയ ക്യൂ നിൽക്കേണ്ടി വരുമെന്ന് അറിയില്ല കേട്ടോ. അല്ല, അന്ന് രാവിലെ പോയപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. ഞാൻ ഉദ്ദേശിച്ച സംഭവം അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി. കോളേജിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോൾക്ക് ക്ലാസ്, ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് ഇല്ല പറഞ്ഞു കേട്ടോ. അപ്പോൾ അവളേനെയും കൂട്ടിയിട്ടാണ് ഇനിയുള്ള പരിപാടിയൊക്കെ. ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് കൂടെ കിടന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ വഴി തെറ്റാറില്ല. ഇന്നിപ്പോൾ എന്തോ കാരണം കൊണ്ട് തെറ്റി. ഇപ്പൊ വഴി കറക്റ്റാണ്. ഇത് കണ്ടറിയാലും അങ്ങനെ തന്നെ പോണ്ട്. ഇന്നിപ്പോ തെറ്റാൻ എന്തോ സംസാരിച്ചിരുന്നപ്പോ ഏതോ ലെഫ്റ്റ് മിസ്സായി. അതാ ഉണ്ടായത്. അങ്ങനെ ഞങ്ങള് കുട്ടനെല്ലൂർക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞു. ഇനി അല്പസമയങ്ങൾക്കകം ഞങ്ങൾ കോളേജിന് അടുത്തേക്ക് എത്തുന്നതായിരിക്കും. പിന്നീട് നമുക്ക്
ഇതാണ് ജയലക്ഷ്മി. അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജയലക്ഷ്മി എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. നോക്കട്ടെ ഇനി. ജയലക്ഷ്മിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ട് വേറെ കുറെ ഇറങ്ങി കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു വണ്ടി എടുത്തപ്പോൾ ഇവിടെ നിന്ന് മധുര സ്വപ്നങ്ങളേകും ജയലക്ഷ്മി. അങ്ങനെ നമ്മൾ എടപ്പാളെത്തി. തിരിച്ച് ഒരു 7:30-7:45 ആയിട്ടാണ് എടപ്പാളെത്തിയപ്പോൾ. അപ്പോൾ എടപ്പാൾ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പെരുന്നാൾ പ്രമാണിച്ചാണോ എന്നറിയില്ല. ഞങ്ങളെ പൊന്നാനിയിൽ ലൈറ്റൊക്കെ ഇടാറുണ്ട്. പിന്നെ എടപ്പാൾ ലൈറ്റ് ഇടാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടാവുമായിരിക്കും. എടപ്പാൾ ഞങ്ങളവിടെ നിന്ന് എടപ്പാൾക്ക് ഒരു 8 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. എന്നാലും പൊന്നാനിയിൽ എന്തായാലും ഇടുന്ന കാര്യം എനിക്കറിയാം. ഇവിടെ ഇടുമോ എന്നുള്ള കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. പെരുന്നാളിൻ്റെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ സ്വന്തം ജംഗ്ഷനിലെത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് ചന്തപ്പടിയിലോട്ട് പോകുമ്പോഴാവുന്നുണ്ട് കേട്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ നിന്ന് ഇനി റൈറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ വാഹനങ്ങൾ ഏത് കൂടെയൊക്കെയോ എങ്ങനെയൊക്കെയോ വരുന്നുണ്ട്. അപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ എത്തി. 8 മണി 8:15 ഉള്ളിൽ തിരിച്ചെത്തി. അപ്പോൾ ഇന്നിപ്പോൾ ഇനി അമ്പലത്തിലൊന്നും പോകാൻ സമയമില്ല, ലേറ്റായി. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ സാരി എടുത്തത് ഇങ്ങനെ കാണിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയി അത്. അപ്പോൾ ഇനി എന്തായാലും പൂരത്തിൻ്റെ അന്ന് കാണാം ഞാനെടുത്ത സാരി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.